ഫിലിം ഗാരേജിലേക്കും സ്വാഗതം. നമ്മുടെ ലാലേട്ടൻ കാമിയ റോളിലെത്തുന്ന ദിലീപ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മലയാളത്തിലെ വൻ എന്റർടൈനർ സിനിമയാണല്ലോ ബബ്ബബ്ബ. പല റിലീസ് പ്ലാൻസും മാറ്റി ഏറ്റവും അവസാനം ഡിസംബറിലേക്ക് തിയേറ്റർ റിലീസ് നീട്ടിയ സിനിമ ഇപ്പോഴത്തെ ഡിസംബറിലെ പ്ലാൻ ചെയ്യുന്ന 3 റിലീസ് തീയതികളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. അത് പ്രകാരം ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ഡിസംബർ 18 സിനിമ ചാർട്ട് ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായെങ്കിൽ പോലും സിനിമയിൽ അഭിനയിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ വെച്ച് പറഞ്ഞത് ഡിസംബർ 24 തീയതി ബബ്ബബ്ബ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ്. എന്നാൽ ആ ഡേറ്റും നിലവിൽ അണിയറ പ്രവർത്തകർ ലോക്ക് ചെയ്തിട്ടില്ല എന്ന് അറിയാനായിട്ട് കഴിയുന്നു. ഇപ്പോഴത്തെ ഡിസംബർ 24 ഡിസംബർ 18 കൂടാതെ ഡിസംബർ 12 എന്നൊരു ഡേറ്റ് കൂടി അണിയറ പ്രവർത്തകർ നോക്കുന്നുണ്ട്. അതായത് ക്രിസ്മസിന് 2 ആഴ്ച മുന്നേ, അവതാർ 3 എന്ന സിനിമയുടെ റിലീസിന് 1 ആഴ്ച മുന്നുള്ള ഡേറ്റ്. ഈ പറഞ്ഞ ഡേറ്റ് വളരെ മികച്ചൊരു ഡേറ്റ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഡിസംബർ 24 റിലീസ് ചെയ്താൽ 1 ആഴ്ച മാത്രമേ ക്രിസ്മസ് അവധി ലഭ്യമാകുകയുള്ളൂ ബബ്ബബ്ബ എന്ന സിനിമയ്ക്ക്. ഡിസംബർ 18 എത്തിയാൽ അവതാർ 3യോടൊപ്പമുള്ള വൻ ക്ലാഷ് ബബ്ബബ്ബ എന്ന സിനിമയെ നല്ല രീതിയിൽ ഓവർസീസിലടക്കം ബാധിക്കും. എന്നാൽ ഡിസംബർ 12 എത്തിയാൽ സിനിമയ്ക്ക് ലഭ്യമാകുന്ന അഭിപ്രായങ്ങൾ വൻ പോസിറ്റീവ് ആണെങ്കിൽ ഡിസംബർ 12 റിലീസാകുന്ന സിനിമയ്ക്ക് ജനുവരി ആദ്യ ആഴ്ച വരെ തിയേറ്ററുകളിൽ നല്ലൊരു റണ്ണ് ലഭ്യമാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഇതിനിടയിൽ അവതാർ 3 റിലീസ് ഉണ്ടെങ്കിൽ പോലും ഓവർസീസിൽ ബാധിക്കുമെങ്കിൽ പോലും കേരളത്തിൽ വലിയ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയില്ല. അതിന്റെ കാരണം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അത്രയ്ക്ക് വൻ എന്റർടൈനർ സിനിമയാണ് ബബ്ബബ്ബ. നല്ലൊരു അഭിപ്രായം മാത്രം സിനിമ നേടിയെടുത്താലും മതി. നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായാൽ നിസ്സാരമായിട്ട് 100 കോടിയെല്ലാം തന്നെ കളക്ഷൻ നേടിയെടുക്കാൻ കെൽപ്പുള്ള സിനിമ കൂടിയാണ് ലാലേട്ടൻ കൂടി അഭിനയിക്കുന്ന ബബ്ബബ്ബ. എന്തായാലും അടുത്ത പ്രൊമോ കണ്ടന്റ്സിനായിട്ടും റിലീസ് തീയതി പ്രഖ്യാപനത്തിനായിട്ടും നമുക്ക് കാത്തിരിക്കാം.